ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ. നീയോ? അല്ല, നീ എന്താ ഇവിടെ? അല്ലടാ, നിന്റെ മൊബൈലിന് എന്തോ പറ്റി? എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. താമസം പഴയ സ്ഥലത്തുനിന്ന് മാറ്റിയോ? നീ എന്നെ വിളിച്ചോ? എന്ന് വിളിച്ചു? നീ എന്നാ റൂമിൽ വന്നത്? ഞാൻ എത്ര തവണ വിളിച്ചു നിന്നെ? ഒരുപാട് തവണ അവിടെ വന്നു. പക്ഷെ നീ അവിടെ ഇല്ലല്ലോ. ഞാനവിടെ ഇല്ലെന്നോ? എന്ന് നിന്നോടാരാ പറഞ്ഞേ? അല്ല, ആരും പറഞ്ഞില്ല. പക്ഷെ നീ അവിടെ ഇല്ലാന്ന് അറിഞ്ഞപ്പോ പിന്നെ ഞാൻ കേറിയില്ല. ഞാൻ അവിടെ ഇല്ലെന്ന് നീ... അത് പിന്നെ അതൊക്കെ പോട്ടെ. നീ ഇപ്പൊ അങ്ങോട്ടാ? ഞാനൊരു സ്ഥലത്തേക്ക് അത്യാവശ്യമായിട്ട് ഇറങ്ങിയതാ. പക്ഷെ ഇനിയിപ്പോ നിന്റെ താവളം കണ്ടിട്ട് ഞാൻ ഇനി പോകുന്നുള്ളൂ. അതിനെന്താ, പോലോ. പക്ഷെ ഞാനിപ്പോ അർജന്റായിട്ട് ഒരു സ്ഥലം വരെ. നിനക്കിപ്പോ യാതൊരുവിധ അർജന്റും ഇല്ല. നടക്കടാ അങ്ങോട്ട്. എടാ, അതിപ്പോ നിന്നോട് നടക്കാനാ പറഞ്ഞു. വാടാ. ജാഫറെ, ഞാൻ പറഞ്ഞില്ലേ ഈ അർജന്റ്. വാടാ ഇങ്ങോട്ട്. കള്ള കാസർ. കുറെ കാലമായിടാ നിന്റെ ഈ കളി തുടങ്ങിയിട്ട്. നിന്നെ ഇനി അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാരുടെ റൂമാ? നീ ഇവിടെയാണോ താമസിക്കുന്നത്? വാ, നീ ഇരിക്കേ, എല്ലാം പറയാം. നിനക്ക് കുടിക്കാനെന്താ? ചായയോ തണുത്തോ? ഓ, ഇവിടെ തന്നെയാണല്ലോ. എന്തിനാടാ ഈ ഒളിച്ചേളി? നീ ഞങ്ങൾക്കാർക്കൊന്നും തരാനില്ലല്ലോ. നീ ഇരിക്കടാ, ഞാൻ ചായ. ആരടാ അകത്ത്? അത് സത്യം പറയും. അത് ഉണ്ണി, ഉണ്ണി, എന്തു പറ്റിയതാ നിനക്ക്? ഉണ്ണി, എന്താ സംഭവിച്ചത്? നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടോ? കുടിക്കാൻ വല്ലതും കൊടുത്തോ? ഇല്ല, ഉറങ്ങാൻ കിടന്നതാ. മോളൊപ്പം കളിച്ചിരിക്കുമ്പോ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. ഉണ്ണി, എഴുന്നേക്ക്, വാ, ഹോസ്പിറ്റലിൽ പോവാം. അണ്ണാ, ഇപ്പടിയേ? പിന്നെ എന്തു വേണം? പോലീസിനെ, ആംബുലൻസിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം. എന്നാ പിന്നെ കൊണ്ടുവന്നത് ആശുപത്രിയിലേക്കായിരിക്കില്ല, ജയിലിലേക്കായിരിക്കും. അറിയോ നിനക്ക്? അമ്മ.
അതെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ആ, ശരി ശരി. ആ, നിങ്ങള് ആ രോഗിയുടെ കൂടെ വന്നല്ലേ? അതെ. എന്താ ഡോക്ടർ? നിങ്ങൾ ഇയാളുടെ ആരാ? ഞാൻ ഉണ്ണിയുടെ സുഹൃത്താ. പേര്? എന്റെ പേര് ജാഫർ. അവൻ എന്ത് പറ്റി ഡോക്ടർ? എനിത്തിങ് സീരിയസ്? ജാഫർ, സീരിയസ് ആണോന്ന് ചോദിച്ചാ അതെ. വിദഗ്ധ ചികിത്സ സമയത്ത് ലഭിച്ചില്ലെങ്കിൽ രോഗി മരണം വരെ ആ കിടപ്പിൽ നിന്ന് അനങ്ങില്ല. എപ്പോഴാണ് വേദന തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയൂ? ഞാൻ അവന്റെ കൂടെയല്ല താമസം. രാത്രി എനിക്ക് വേദന കൊണ്ട് പൊളി. ഒരുതരം പക്ഷപാതത്തിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. സ്പൈനൽ കോഡിനെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോ ഇത് മാറില്ലേ ഡോക്ടർ? നന്നായി പ്രാർത്ഥിക്കാം. ഉണ്ണിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരക്ഷരം മിണ്ടാൻ പോലും. ഡോക്ടർ, ഞാൻ അവന്റെ ബന്ധുക്കളോട് എന്താ പറയേണ്ടത്? ജാഫർ, ഇതാർക്കും എപ്പോ വേണമെങ്കിലും വരാവുന്ന ഒരവസ്ഥയാണ്. ആ, ശ്രീയ, ഡോക്ടറൊന്നും പറഞ്ഞില്ല. പരിശോധിച്ച് കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ.